പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ക്ലാസ്സിന്റെ ടോപ്പിക് തുടങ്ങുന്നത് കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. മങ്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാം. മങ്കയം വെള്ളച്ചാട്ടം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. മങ്കയം വെള്ളച്ചാട്ടം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പാലരുവി എവിടെയാണ്? നമുക്കറിയാം. പാലരുവി എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പാലരുവി കൊല്ലം ജില്ലയിലാണ്. പെരുന്തേനരുവി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായിട്ടാണെന്ന് നമുക്ക് പറയാം. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. എന്നാൽ ഒഴുകി പോകുന്നത് ചിലപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ ആയതുകൊണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ അല്ലേ? തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടം ഇടുക്കി ജില്ല. വാളറ ഇടുക്കി ജില്ല. ചീയപ്പാറ ഇടുക്കി ജില്ല. ലക്കം, വളഞ്ഞങ്ങാനം എന്നിവ ഇടുക്കി ജില്ല. തൊമ്മൻകുത്ത് ഇടുക്കി ജില്ല. തൂവാനം ഇടുക്കി ജില്ല. ആറ്റുകാട് ഇടുക്കി ജില്ല. അപ്പൊ ഇടുക്കി ജില്ലയുടെ ഇത്രയും ഒരു വെള്ളച്ചാട്ടങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാ? തേന്മാരിക്കുത്ത്, വാളറ, ചീയപ്പാറ, ലക്കം, വളഞ്ഞങ്ങാനം, തൊമ്മൻകുത്ത്, തൂവാനം, ആറ്റുകാട് എന്നിവ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. ആതിരപ്പള്ളി എവിടെയാണ്? നമുക്കറിയാം. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ്. ഇലഞ്ഞിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ആതിരപ്പള്ളി, ഇലഞ്ഞിപ്പാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. വാഴച്ചാലും എവിടെ തന്നെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. വാഴച്ചാലും തൃശ്ശൂർ ജില്ലയിലാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം പാലക്കാട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം പാലക്കാടാണ്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട്. PSC ചോദിച്ചിട്ടുള്ളതാണ്. ധോണി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണ്. മീൻവല്ലം എന്ന് പറയുന്നതും പാലക്കാട്. അപ്പൊ പാലക്കാട് 3 ഉണ്ട്. സീതാർകുണ്ടും ധോണിയും മീൻവല്ലവും പാലക്കാട് ജില്ലയിലാണ്. തുഷാരഗിരി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോട്. ജീരകപ്പാറ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജീരകപ്പാറയും എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ആഢ്യൻപാറ എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലാണ്. കാന്തൻപാറ വെള്ളച്ചാട്ടവും എവിടെ തന്നെയാണ്? വയനാട് ജില്ലയിലാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം എവിടെയാണ്? വയനാട്ടിലാണ് അല്ലെ? വയനാട്, തിരുവനന്തപുരം, കണ്ണൂർ. മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട്, തിരുവനന്തപുരം, കണ്ണൂർ. ചേത്തലയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എവിടെയാ? വയനാട്. ചേത്തലയം വെള്ളച്ചാട്ടം വയനാട്. അളകാപുരി വെള്ളച്ചാട്ടം എവിടെയാണ്? കണ്ണൂരാണ്. അളകാപുരി വെള്ളച്ചാട്ടം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തത് ഏതാണ് ടോപ്പിക്ക്? കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾ. പ്രധാനപ്പെട്ട കേരളത്തിലെ അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും നദിയുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാ? പഴശ്ശി അണക്കെട്ട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ലയിലാണ്. അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയിലാണ്. പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയിലാണ്. ഓക്കെ അല്ലെ? കാരാപ്പുഴ അണക്കെട്ട് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്. കാരാപ്പുഴ അണക്കെട്ട് വയനാട് ജില്ല. ഏത് നദിയാണ് എന്ന് ചോദിച്ചാൽ കബനി നദി അല്ലെങ്കിൽ കാരാപ്പുഴ നദിയിലാണ് കാരാപ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു അണക്കെട്ട് എന്ന് പറയുന്നത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. കുറ്റ്യാടി എവിടെയാണെന്ന് നമുക്കറിയാം. കോഴിക്കോട് ജില്ലയിലാണ്. ഏത് നദിയിലാണ്? കുറ്റ്യാടി പുഴയിലാണ്. പെരുവണ്ണാമൊഴി എന്ന് പറയുന്നതും ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കുറ്റ്യാടിപ്പുഴയിലാണ്. കുറ്റ്യാടിപ്പുഴ എവിടെയാണെന്ന് മനസ്സിലാക്കുക. കോഴിക്കോടാണ്. അപ്പൊ കുറ്റ്യാടിയും പെരുവണ്ണാമൊഴി അണക്കെട്ടും എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കക്കയം അണക്കെട്ടും എവിടെ തന്നെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഏത് നദിയാണ്? കുറ്റ്യാടിപ്പുഴ നദിയിലാണ്. ക്ലിയർ അല്ലേ? മലമ്പുഴ നമുക്കറിയാം. മലമ്പുഴ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഭാരതപ്പുഴ നദിയിലാണ്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ അല്ലെ? മംഗലം എന്ന് പറയുന്നതും ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ചെറുകുന്നപ്പുഴ നദിയിലാണ് മംഗലം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയാണ്? പാലക്കാടാണ്. ചുള്ളിയാർ എവിടെയാണ്? അതും പാലക്കാടാണ്. ചുള്ളിയാർ പാലക്കാടാണ്. ഭാരതപ്പുഴയിലാണ്. ചുള്ളിയാർ പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയിലാണ്. ക്ലിയർ അല്ലേ? വാളയാർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വാളയാർ എവിടെയാണ്? പാലക്കാടാണ്. ഏത് നദിയാണെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴ. വാളയാർ അണക്കെട്ട് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ അല്ലെ? മീൻകര അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലാണ്. മീൻകര അണക്കെട്ട് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ. ഏത് നദിയിലാണ്? ഭാരതപ്പുഴ
നദിയിലാണ്. ക്ലിയർ അല്ലേ? പോത്തുണ്ടിയോ? പോത്തുണ്ടിയും എവിടെ തന്നെയാണ്? പാലക്കാടാണ്. പോത്തുണ്ടി പാലക്കാടാണ്. ഏത് നദിയിലാണ്? ഭാരതപ്പുഴയിലാണ്. ക്ലിയർ അല്ലേ? പറമ്പിക്കുളം പാലക്കാടാണ് അല്ലെ? പാലക്കാടാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയിലാണ്. ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് പറമ്പിക്കുളം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? തുണക്കടവും എവിടെ തന്നെയാണ്? പാലക്കാടാണ്. തുണക്കടവ് എവിടെയാണ്? പാലക്കാട്. ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. ക്ലിയർ അല്ലേ? ശിരുവാണി എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെയാണ്? പാലക്കാടാണ്. ശിരുവാണി പാലക്കാട്. ഏത് നദിയിലാണ്? ശിരുവാണി നദിയിലാണ് ശിരുവാണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പെരുവരിപ്പള്ളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. പെരുവരിപ്പള്ളം നദിയിലാണ് പെരുവരിപ്പള്ളം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട അണക്കെട്ടിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം. നല്ലപോലെ പഠിക്കാനുണ്ട്. മലമ്പുഴയുണ്ട്, മംഗലമുണ്ട്, ചുള്ളിയാറുണ്ട്, വാളയാറുണ്ട്, മീൻകരയുണ്ട്, പോത്തുണ്ടിയുണ്ട്, പറമ്പിക്കുളമുണ്ട്, തുണക്കടവുണ്ട്, ശിരുവാണിയുണ്ട്, പെരുവരിപ്പള്ളം എന്നിവ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ? നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ ഷോളയാർ എവിടെയാണെന്ന് നമുക്കറിയാം. ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയും സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് ചാലക്കുടി പുഴയുമാണ്. ക്ലിയർ അല്ലേ? പെരിങ്ങൽകുത്തും എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴയിലാണ്. പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, മണാലി നദിയിലാണ്. പീച്ചി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ലയാണ്, മണാലി നദിയിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ഒരു പോയിന്റോട് കിട്ടി നമുക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം മലമ്പുഴ അണക്കെട്ടാണ്. പാലക്കാട് ജില്ലയിലാണ്. ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയിലാണ്. ക്ലിയർ അല്ലേ? എവിടെയാണ്? ഭാരതപ്പുഴ. പിന്നീട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കുന്ന തമിഴ്നാട്ടിലെ ജില്ലകളാണ് ഈറോഡ്, കോയമ്പത്തൂർ എന്നിവ. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആളിയാർ പദ്ധതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ പറമ്പിക്കുളം ആളിയാർ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കുന്ന തമിഴ്നാട്ടിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈറോഡ്, കോയമ്പത്തൂർ എന്നീ ജില്ലകളാണ് എന്തിന്റെ ഗുണം കിട്ടുന്നത്? ഈ ഒരു അണക്കെട്ടിന്റെ ഗുണം കിട്ടുന്ന ജില്ലകളെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബാക്കിയുണ്ട്. അടുത്തത് ഏതാണ്? വാഴാനി എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? പീച്ചി വാഴാനി എന്നൊക്കെ പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്ന് അറിയാം. അത് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് പറയുന്നത് കേച്ചേരിപ്പുഴ അല്ലെങ്കിൽ വടക്കാഞ്ചേരി പുഴ. ക്ലിയർ അല്ലേ? ഏത് ജില്ലയാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ അല്ലേ? ഭൂതത്താൻകെട്ട് എവിടെയാ? എറണാകുളം. ഭൂതത്താൻകെട്ട്, ഇടമലയാറ്, നേര്യമംഗലം. ഇത് മൂന്നും ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഭൂതത്താൻകെട്ട്, ഇടമലയാറ്, നേര്യമംഗലം എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ എറണാകുളം ജില്ല ആയതുകൊണ്ട് നമുക്ക് അവിടെ ഏത് നദി പറയാം? പെരിയാർ നദി പറയാം. ഏതൊക്കെയാണ്? പെരിയാർ നദി പറയാം. ഭൂതത്താൻകെട്ട് പെരിയാർ നദിയിൽ, ഇടമലയാറ് പെരിയാർ നദിയിൽ, നേര്യമംഗലം പെരിയാർ നദിയിലാണ്. ഇതെല്ലാം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് എന്നുള്ള കാര്യം പഠിക്കുക. മുല്ലപ്പെരിയാർ എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇടുക്കി ജില്ലയിലാണെന്നറിയാം, പെരിയാർ നദിയിലാണെന്നറിയാം. ചെങ്കുളം നമുക്കറിയാം, പെരിയാർ നദിയിലെ ഇടുക്കി ജില്ലയാണെന്നറിയാം. ചെങ്കുളം. പൊന്മുടി എവിടെയാണ്? പൊന്മുടി അണക്കെട്ട് പന്നിയാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. ഏതാണ്? പൊന്മുടി അണക്കെട്ട് പന്നിയാർ നദിയിലെ ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ അല്ലെ? ആനയിറങ്കലാണെങ്കിലും പെരിയാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ അല്ലെ? കുണ്ടളയാണെങ്കിലും എവിടെയാണ്? പെരിയാർ നദിയിലെ ഇടുക്കി ജില്ലയിലാണ്. മാട്ടുപ്പെട്ടി ആണെങ്കിലും എവിടെയാ? പെരിയാർ നദിയിലെ ഇടുക്കി ജില്ലയിലാണ്. ചെറുതോണിയാണെങ്കിലും പെരിയാർ നദിയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. അല്ലെ? അപ്പൊ ഇടുക്കി ജില്ലയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അണക്കെട്ടുകളൊക്കെ തന്നിട്ട് താഴെ തന്നിരിക്കുന്ന അണക്കെട്ടുകളിൽ ഏതാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ഇടുക്കി ജില്ലയിലുള്ളത്? മുല്ലപ്പെരിയാറുണ്ട്, ചെങ്കുളമുണ്ട്, പൊന്മുടിയുണ്ട്, ആനയിറങ്കലുണ്ട്, കുണ്ടളയുണ്ട്, മാട്ടുപ്പെട്ടിയുണ്ട്, ചെറുതോണിയുണ്ട്. അപ്പൊ ഇത്രയും ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കോമൺ നമുക്കറിയാം, അത് പെരിയാർ നദിയിലാണ്. ഏതൊക്കെയാ? പെരിയാർ നദിയിലാണ്. ക്ലിയർ അല്ലേ? ചിമ്മിനി അണക്കെട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചിമ്മിനിപ്പുഴ അല്ലെങ്കിൽ കരുവണ്ണൂർ പുഴയാണ്. ഏതാണ്? കരുവണ്ണൂർ പുഴ. ക്ലിയർ അല്ലേ? പമ്പ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് അല്ലെ? പമ്പ അണക്കെട്ട് പമ്പാ നദിയിൽ പത്തനംതിട്ട ജില്ലയിൽ. കക്കി അണക്കെട്ടും പമ്പാ നദിയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. കക്കി അണക്കെട്ടും പമ്പാ നദിയിൽ പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ആണെങ്കിലും പമ്പാ നദിയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ക്ലിയർ അല്ലേ?
തെന്മല പരപ്പാർ ഡാം എന്ന് പറയുന്ന തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. കല്ലട എന്ന് പറയുമ്പോൾ അത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. കല്ലടയാർ കൊല്ലം ജില്ല, തെന്മല അണക്കെട്ട് അല്ലെങ്കിൽ പരപ്പാർ ഡാം എന്ന് പറയുന്നത്. കല്ലട അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്, കൊല്ലം ജില്ല. കല്ലട അണക്കെട്ട് കല്ലടയാർ കൊല്ലം ജില്ല. ഓക്കെ അല്ലെ? പേപ്പാറ അരുവിക്കര, ഇത് രണ്ടും ഏത് ജില്ലയാ? തിരുവനന്തപുരം ജില്ലയാണ്, കരമനയാറിൽ. പേപ്പാറയും അരുവിക്കരയും തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളാണ്. ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ കരമന നദിയിലാണ്, കരമന നദി. ഓക്കെ അല്ലെ? പിന്നീട് ഒരാളും കൂടെ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ, ഏതാ? നെയ്യാർ അണക്കെട്ട്. നെയ്യാർ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള ഏതാണ്? നദിയായിട്ടുള്ള നെയ്യാർ നദിയിലാണ് നെയ്യാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ ചെറിയൊരു പോയിന്റുകൾ തന്നിരിക്കുന്നു. നദികളും സാഹിത്യവും. ഒ വി വിജയന്റെ ഗുരുസാഗരം എഴുതിയത് ഒ വി വിജയനാണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ഏതാണ്? തൂതപ്പുഴ. ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ആ തൂതപ്പുഴ എന്താണ്? ഗുരുസാഗരം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒ വി വിജയനാണ്. ഖസാക്കിന് ഇതിഹാസം ഒക്കെ എഴുതിയ ഒ വി വിജയനാണ് ഗുരുസാഗരം എഴുതിയത്. ക്ലിയർ അല്ലേ? അടുത്തത് അരുന്ധതി റോയിയുടെ കാര്യം ചോദിച്ചിട്ടുള്ളതാണ്. അരുന്ധതി റോയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന മീനച്ചിലാറാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മീനച്ചിലാറാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇരവിഴിഞ്ഞപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാം. അത് ഒരു പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടല്ലോ. ആരാണ്? മൊയ്തീൻ കാഞ്ചനമാലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരവിഴിഞ്ഞപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ ഉള്ളതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നാടൻ പ്രേമം എന്ന് പറയുന്നത് ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണക്ട് ചെയ്യുക? ഇരവിഴിഞ്ഞപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണക്ട് ചെയ്യുക. നാടൻ പ്രേമം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് എസ് കെ പൊറ്റക്കാടാണ് അല്ലെ? വളരെ അധികം എന്താണ് ഫേമസ് ആയിട്ടുള്ള സഞ്ചാര സാഹിത്യകാരനൊക്കെയായ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് നാടൻ പ്രേമം. ഏതാണ്? നാടൻ പ്രേമം. ക്ലിയർ അല്ലേ? പിന്നെ വില്യം ലോഗന്റെ കാര്യം പറയുമ്പോൾ മലബാർ മാനുവൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കോരപ്പുഴയാണ്. ഏതാണ്? കോരപ്പുഴ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോരപ്പുഴയാണ്. ഏതാണ്? കോരപ്പുഴ. ക്ലിയർ അല്ലേ? പിന്നീട് പോകുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ആലുവ എന്ന് പറയുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. ആലുവ ശിവക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അത് പെരിയാർ നദിയുടെ തീരത്താണ്. കാലടി ശ്രീ ശങ്കരാചാര്യ എവിടെയാണ്? കാലടിയാണ് അല്ലെ? അപ്പൊ അതെവിടെയാണ്? അത് പെരിയാർ നദിയുടെ തീരത്താണ്. മലയാറ്റൂർ എവിടെയാണ്? അതും മലയാറ്റൂരും പെരിയാർ നദിയുടെ തീരത്താണ്. തട്ടേക്കാട് അല്ലെ? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് എവിടെയാണ്? അതും പെരിയാർ നദിയുടെ തീരത്താണ്. തേക്കടി നമുക്കറിയാം. എവിടെ? തേക്കടി ഇടുക്കി ജില്ലയിലാണ് അല്ലെ? അപ്പൊ അതും പെരിയാർ നദിയുടെ തീരത്താണ്. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണെന്നറിയാം. അപ്പൊ അവിടെ ഭാരതപ്പുഴ വരുന്നു. ഭാരതപ്പുഴയുടെ തീരത്താണ് പൊന്നാനി ഉള്ളത്. പാലക്കാട് പട്ടാമ്പി എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. തൃശൂർ ചെറുതുരുത്തി എന്ന് പറയുന്നതും എവിടെയാണ്? ആരുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലെ? തിരുനാവായ അല്ലെ? കോഴഞ്ചേരി നമുക്കറിയാം. കോഴഞ്ചേരി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണല്ലോ. അപ്പൊ അവിടെ പമ്പാ നദി വരുന്നു. കോഴഞ്ചേരി എന്ന് പറയുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. എടത്വ എന്ന് പറയുന്നത് ഏതാണ്? പമ്പാ നദിയുടെ തീരത്താണ്. ആറന്മുള വള്ളസദ്യയൊക്കെ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്താണ്. കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറാണ് കോട്ടയത്തോട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി. അപ്പം മീനച്ചിലാർ എന്ന് പറയുന്നത് കോട്ടയം പട്ടണത്ത് എന്താണ്? നദീതീര പട്ടണമാണ് കോട്ടയം. പാലയാണെങ്കിലും മീനച്ചിലാറാണ്. കാസർഗോഡ് ആണെങ്കിൽ ഏതാ? ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന ചന്ദ്രഗിരിപ്പുഴ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫറൂഖ് കോഴിക്കോട് ജില്ലയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാലിയാർ. ഏതാണ്? ചാലിയാർ അല്ലെ? കല്ലായി ആണെങ്കിലും ഏതാണ്? ചാലിയാറാണ് അല്ലെ? കല്ലായി ചാലിയാർ ഏതാണ്? കോഴിക്കോട് ജില്ല. അരുവിപ്പുറം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല നെയ്യാർ ആയതുകൊണ്ട് അരുവിപ്പുറം എന്ന് പറയുന്നത് നെയ്യാർ നദിയുടെ തീരത്താണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ?
പിന്നീട് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്, പൊന്മുടി അണക്കെട്ട് ഇടുക്കിയിലെ അടിമാലിക്കടുത്ത് രാജാക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പൊന്മുടി അണക്കെട്ട് ഇടുക്കിയിലെ അടിമാലിക്കടുത്ത് രാജാക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 294 മീറ്റർ നീളമുള്ള ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ്. എന്താണ്? പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് 294 മീറ്റർ നീളമുള്ള അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ് അണക്കെട്ട്? പൊന്മുടി അണക്കെട്ട് എന്നാണ് പേര്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടിമാലിക്കടുത്തുള്ള രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ടാണ്. കേരളത്തിലെ കായലുകൾ നമുക്കറിയാം, കേരളത്തിൽ ആകെ 34 കായലുകളാണ് ഉള്ളത്. 44 നദികളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 10 കുറച്ചാൽ കായലുകളുടെ എണ്ണം നമുക്ക് കിട്ടും. കേരളത്തിൽ ആകെ 34 കായലുകളാണുള്ളത്. ഇവയിൽ 34 എണ്ണത്തിൽ 27 എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണ്? 34 എണ്ണത്തിൽ 27 എണ്ണം കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബാക്കി 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ്. അപ്പം കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ എഴുതിക്കോണം, മനസ്സിലാക്കിക്കോണം. 27 എണ്ണമാണ്. ആകെ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 34 എണ്ണമാണ്. ബാക്കി 7 എണ്ണം എന്ന് പറയുന്നത് ഉൾനാടൻ ജലാശയങ്ങളാണ് എന്നാണ് പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കേരളമാണ്. ഏതാണ്? ലഗൂണുകളുടെ നാട്, പിന്നെ കായലുകളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കേരളമാണ്. ക്ലിയർ അല്ലേ? കടലിന് അഭിമുഖമായി വരുന്നവയിൽ ഏറ്റവും വിസ്തീർണമുള്ള കായൽ വിയ്യം കായലും ഏറ്റവും വിസ്തീർണം കുറഞ്ഞ കായൽ ഏതാണ്? ഇടവ കായലുമാണ്. എന്താണ്? കടലിന് അഭിമുഖമായി വരുന്നവയിൽ ഏറ്റവും വിസ്തീർണമുള്ള കായൽ വിയ്യം കായലും ഏറ്റവും വിസ്തീർണം കുറഞ്ഞ കായൽ ഏതാണ്? ഇടവ കായലുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പ്രധാനപ്പെട്ട കായലുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വലുത് വേമ്പനാട് അല്ലെ? കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. എന്താണ് പോയിന്റ്? കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. നീളം എന്ന് പറയുന്നത് 96 കിലോമീറ്റർ ആണ്. 96 കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ നീളം എന്ന് പറയുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. എത്രയാണ് നീളം എന്ന് പറയുന്നത്? 96 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? പിന്നെ 205 ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. 205 ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കോട്ടയം ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത് നോക്കാവേ. കോട്ടയം ജില്ലയിൽ കൂടി ഒഴുകുന്നു, എറണാകുളം ജില്ലയിൽ കൂടി ഒഴുകുന്നു, ആലപ്പുഴ എന്നീ ജില്ലകളിലായാണ് വേമ്പനാട്ട് കായൽ എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്. കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കൊച്ചിക്കായൽ അല്ലെ? അപ്പൊ എറണാകുളം ജില്ലയിൽ കൂടി ഒഴുകുന്നത് കൊണ്ട് കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്ന കായലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ അഴിമുഖത്താണെന്ന് ചോദിച്ചാൽ എന്താ? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിന്റെ അഴിമുഖത്താണ്. എന്താ ഈ അഴിമുഖം എന്ന് പറഞ്ഞാൽ? അഴിമുഖം എന്ന് പറഞ്ഞാൽ കടലും കായലും തമ്മിൽ ചേരുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അഴിമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഴിമുഖത്ത് ഏതാണ്? ഏത് അഴിമുഖത്താ? കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിന്റെ അഴിമുഖത്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണല്, കുമരകം എന്നീ ദ്വീപുകളാണ്, ഐലൻഡ് ആണ് അല്ലെ, സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഏതൊക്കെയാ? വെല്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ ഐലൻഡ്, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണല്, കുമരകം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് എന്ന് മനസ്സിലാക്കുക. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏത്? പാതിരാമണൽ. ഏതാണ്? വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് ഏത്? പാതിരാമണൽ. പ്രകൃതി തന്നെ ഉണ്ടായിരിക്കുന്ന ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അതിന്റെ പ്രത്യേകത എന്താ? വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ക്ലിയർ അല്ലേ? കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരുണ്ട്. എന്താ? പുന്നമടക്കായൽ എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടനാട്ടില് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന ഏത് കായൽ എന്നാണ്? പുന്നമടക്കായൽ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ? കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? പുന്നമടക്കായൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, പിന്നെ തണ്ണീർമുക്കം ബണ്ട് എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഏതൊക്കെയാ?
തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്, വൈക്കത്താണ്. ഏത് കായൽ തീരത്താണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചില്, മൂവാറ്റുപുഴ എന്നീ നദികൾ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. ഏതാ? പമ്പയുണ്ട്, പമ്പാ നദിയുണ്ട്, അച്ചൻകോവിലാറുണ്ട്, മണിമലയാറുണ്ട്, മീനച്ചിലാറുണ്ട്, മൂവാറ്റുപുഴയാറുണ്ട്. ഇതെല്ലാം എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വേമ്പനാട്ട് കായലിൽ കൂടി എങ്ങോട്ട് ചെല്ലുന്നു? കുട്ടനാട്ടിലോട്ട് ചെല്ലുന്നത് അല്ലെ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ, സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2002 എന്നാണ്. 2002 വേമ്പനാട്ട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ തണ്ണീർമുക്കം ബണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് തണ്ണീർമുക്കം ബണ്ട് എന്താണെന്ന് നോക്കാം. കുട്ടനാടിനെ, അതായത് ഈ പമ്പാ നദിയിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങി ചെല്ലുന്നത് കുട്ടനാട്ടിലോട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ടാണ് കുട്ടനാടിന് പമ്പാ നദിയുടെ ദാനം എന്നൊക്കെ നമ്മൾ കുട്ടനാടൊക്കെ പറയാറുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ പറയുന്നു കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ തണ്ണീർമുക്കത്ത് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് ഏത്? തണ്ണീർമുക്കം ബണ്ട് എന്നറിയപ്പെടുന്നത്. എന്തിനാ? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് എന്നറിയപ്പെടുന്നത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് കമ്മീഷൻ ചെയ്തത് 1975 തണ്ണീർമുക്കം ബണ്ട് കമ്മീഷൻ ചെയ്തത്. തണ്ണീർമുക്കം ബണ്ടിന്റെ നീളം എന്ന് പറയുന്നത് 1454 മീറ്റർ ആണ് ഈ ഒരു തടയണയുടെ, തണ്ണീർമുക്കം ബണ്ട് തടയണയുടെ നീളം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം തണ്ണീർമുക്കം ബണ്ട് ഏത് കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത കായൽ എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലാണ്. ഏതാണ്? അഷ്ടമുടിക്കായൽ. പ്രവേശന കവാടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രവേശനം എന്ന് പറയുമ്പോൾ ഓർക്കുക, പ്രവേശനം വരുമ്പോൾ അവിടെ ആ വരുന്നു, അല്ലെങ്കിൽ തുടക്കം വരുന്നു, അല്ലെ? അപ്പം അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലാണ്. ഏതാണ്? അഷ്ടമുടിക്കായലാണ്. ക്ലിയർ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഏത്? അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. വലുത് ഏതാണ്? വേമ്പനാട്ട് കായലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടിക്കായലാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന കായലായ അഷ്ടമുടിക്കായൽ. ക്ലിയർ അല്ലേ? കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത്? അഷ്ടമുടിക്കായലിലാണ് ആരംഭിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു 61.42 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പേർഷ്യൻ വ്യാപാരിയായിരുന്ന മുർസാഫിർ ഈസോ ആണ് AD 825 അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കൊല്ലം പട്ടണം പണിതത് എന്ന് കരുതപ്പെടുന്നു. കൊല്ലം പട്ടണം ഏതിന്റെ തീരത്താണ് എന്ന് പറയുന്നു? അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് എന്ന് പറയുന്നു. അങ്ങനെ പ്രസ്താവിച്ചത് ആരാണ്? കരുതിയത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? പേർഷ്യൻ വ്യാപാരിയായിരുന്ന സാപ്പിർ ഈസോ ആണ്. ആരാണ്? സാപ്പിർ ഈസോയാണ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ് കല്ലടയാർ എന്നറിയാമല്ലോ. അപ്പം കല്ലടയാർ പതിക്കുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ് പതിക്കുന്നത്. കല്ലടയാർ കൊല്ലം ജില്ല ഏത് കായലിലാണ് പതിക്കുന്നത്? അഷ്ടമുടിക്കായലിലാണ് പതിക്കുന്നത്. ക്ലിയർ അല്ലേ? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് നീണ്ടകര അഴിമുഖം. ഏതാണ്? അഷ്ടമുടിക്കായലും അറബിക്കടലും തമ്മിൽ ചേരുന്നതാണ് നീണ്ടകര അഴിമുഖം എന്ന് പറയുന്നത്. ഏതാണ് നീണ്ടകര അഴിമുഖം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പറയാം നീണ്ടകര മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് ചേരുന്ന നീണ്ടകര അഴിമുഖത്താണ്. ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? അഷ്ടമുടിക്കായലിലെ 8 ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത്. ഏതാണ്? മൺട്രോ തുരുത്ത്. എത്രയാ? 8 ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത്. എവിടത്തെയാ? അഷ്ടമുടിക്കായലിലെ 8 ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്ന പേരാണ് ഇത് മൺട്രോ തുരുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. മൺട്രോ തുരുത്ത്. പിന്നെ ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നതും ഏതാണ്? അഷ്ടമുടിക്കായലാണ്. ആശ്രാമം കായൽ അഷ്ടമുടിക്കായൽ. ക്ലിയർ അല്ലേ?
പിന്നെ പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്നു 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടം നടക്കുന്നത്. ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. ഏതാണ്? കൊല്ലം ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. ക്ലിയർ അല്ലേ? പിന്നെ അഷ്ടമുടി കായലിന്റെ ആകൃതി എന്ന് പറയുന്നത് നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയാണ് അഷ്ടമുടി കായലിന്. ഏതിന്റെ? നീരാളിയുടെ അല്ലെങ്കിൽ പനയോലയുടെ ആകൃതിയുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. ഏതാണ്? അഷ്ടമുടി കായലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഏത് കായലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു? അഷ്ടമുടി കായലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം തൊട്ടു മുൻപ് നമ്മൾ പറഞ്ഞായിരുന്നു തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ ഈ തോട്ടപ്പള്ളി സ്പിൽവേ എന്താ? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ ആണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. എന്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1951 1ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടാകുന്നത്. അപ്പം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്പിൽവേ ആണ് ഏതെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. അതായത് അധികമായിട്ട് വരുന്ന ജലം സ്പിൽവേ വഴി എങ്ങോട്ടാണ് ഒഴുക്കി കളയുന്നത്? അറബിക്കടലിലേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. എന്താ? അധികമായിട്ട് വരുന്ന ജലം സ്പിൽവേ വഴി അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്നു. ഓക്കെ അല്ലേ? 1955 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ 1951 1ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു. 1955 ആയപ്പോഴത്തേന് അത് എന്ത് ചെയ്തു? അത് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ഒത്തിരി PSC എക്സാമിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ശാസ്താംകോട്ട കായലാണ്. ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്, ശാസ്താംകോട്ട കായലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3.73 ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.73 ചതുരശ്ര കിലോമീറ്റർ ആണ് ശാസ്താംകോട്ട കായലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ശാസ്താംകോട്ട കായലിന്റെ ആകൃതി പ്രധാനമായിട്ടും പഠിച്ചോണം. എഫ് ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏതാണ്? എഫ് ആകൃതിയിൽ ചോദിച്ചിട്ടുണ്ട് നേരത്തെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? എഫ് ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളായണി കായലാണ്. ഏതാണ്? വെള്ളായണി കായൽ. കേരളത്തിലെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി കായലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. ഏതാണ്? ഉയരത്തിലും ഏറ്റവും ചെറുതും. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. അപ്പൊ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പിന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും വയനാട് ജില്ലയിലെ പൂക്കോടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പോകാം. കേരളത്തിലെ കായലുകളുടെ ഒറ്റ നോട്ടത്തിൽ എവിടൊക്കെയാണ്, ഏത് ജില്ലയിലാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. വേളി കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ആക്കുളം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. വെള്ളായണി എവിടെയാണ്? വെള്ളായണി കായലും തിരുവനന്തപുരം ജില്ലയാണ്. കഠിനംകുളം കായലൊക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. പിന്നെ അഞ്ചുതെങ്ങ് കായൽ എന്ന് പറയുന്നതും തിരുവനന്തപുരം. ഇടറ നടയറ കായലും എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെയാ? വേളിയുണ്ട്, കഠിനംകുളമുണ്ട്, ആക്കുളമുണ്ട്, വെള്ളായണിയുണ്ട്, അഞ്ചുതങ്ങുണ്ട്, ഇടവ, നടയറ എന്നീ കായലുകൾ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? പരവൂർ കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായല് എല്ലാം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഏതാ? അഷ്ടമുടി കായലും പരവൂർ കായലും ശാസ്താംകോട്ട കായലും ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഏതാ? കായംകുളം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണല്ലോ. കായംകുളം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ്. വേമ്പനാടാണെങ്കിൽ കോട്ടയത്ത് കൂടി ആലപ്പുഴയിൽ കൂടിയും എറണാകുളം ജില്ലയിൽ കൂടിയും ഒഴുകുന്നത് കൊണ്ട് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കോട്ടയം, ആലപ്പുഴ, എറണാകുളം എന്ന് നമ്മൾ പറയുന്നു. വരാപ്പുഴ കായൽ എറണാകുളം ജില്ല. കൊടുങ്ങല്ലൂര്, അകത്തുമുറി, ചേറ്റുവ എന്നിവ ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ല. കൊടുങ്ങല്ലൂർ, അകത്തുമുറി, ചേറ്റുവ കായലുകൾ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ?
പൂരപ്പറമ്പ എന്ന് പറയുന്ന കായൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. പൂരപ്പറമ്പ മലപ്പുറം ജില്ല. ഇലത്തൂര്, പയ്യോളി, കോരപ്പുഴ എന്നിവ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഏതാ? ഇലത്തൂര്, പയ്യോളി, കോരപ്പുഴ എന്നീ കായലുകൾ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ ബേപ്പൂരും ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ബേപ്പൂര് കോഴിക്കോട് ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? പൂക്കോടാണെങ്കിലോ നമ്മൾ പറഞ്ഞു, പൂക്കോടിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഏറ്റവും ചെറുതും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള തടാകമാണ്. ഏത് ജില്ലയാണ്? വയനാട് ജില്ലയിലാണ്. ഏതാണ്? വയനാട് ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? കവ്വായി ആണെങ്കിലോ? കണ്ണൂർ ജില്ലയാണ്. കുമ്പള, ഉപ്പള, ചിത്താരി, നീലേശ്വരം ഇതെല്ലാം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഒന്നുകൂടെ പറയാം, കുമ്പള, ഉപ്പള, ചിത്താരി, നീലേശ്വരം എന്നിവ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലാണ്. ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ശുദ്ധജല തടാകങ്ങൾ നോക്കിയാലോ? ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാ? വെള്ളായണി തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം. ശാസ്താംകോട്ട എവിടെയാ? കൊല്ലം ജില്ലയിലാണെന്നറിയാം. ഇരവികുളം ഇടുക്കിയാണെന്നറിയാം. ഇടുക്കിയാണെന്നറിയാം. ദേവികുളം എന്ന് പറയുന്നതും ഇടുക്കിയാണെന്നറിയാം. ശുദ്ധജല തടാകമാണ്. ആനത്തടാകം എന്ന് പറയുന്നതും ഇടുക്കിയാണ്. പിന്നെ ഏനമാക്കൽ എവിടെയാ? തൃശ്ശൂർ. ഏനമാക്കൽ ശുദ്ധജല തടാകം തൃശ്ശൂർ ജില്ലയിലാണ്. മനക്കോടി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. മൂരിയാട് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പൂക്കോട് എവിടെയാണ്? വയനാട് ജില്ലയാണ്. പൂക്കോട് ശുദ്ധജല തടാകവും എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പം വയനാട്, പൂക്കോട് തൃശ്ശൂർ, മൂരിയാട്, മനക്കോടി തൃശ്ശൂര്, ഏനമാക്കൽ തൃശ്ശൂര്, ആനത്തടാകവും ദേവികുളവും ഇരവികുളവും എവിടെ? ഇടുക്കി ജില്ലയിലാണ്. പിന്നെ ശാസ്താംകോട്ട ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലാണ്. വെള്ളായണി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതിൽ ശാസ്താംകോട്ടയാണ് ഏറ്റവും വലുത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? കേരളത്തിലെ കായലുകൾ ഡിസ്കസ് ചെയ്തു, കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ ഡിസ്കസ് ചെയ്തു, കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ പറഞ്ഞു, കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.